ഈ അവസരത്തിൽ ഈ ഗാനം ആലപിച്ചതിന്റെ എക്സ്പീരിയൻസ് നമ്മളുടെ സദസ്സുമായി പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കേരള ടൂറിസം സിനിമ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ഒരു പിന്നണി ഗായകനുമായ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PC വിശ്വനാഥ് സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ബഹുമാനായ നമ്മുടെ എല്ലാം ആദരണീയനായ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരോടാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എന്താണെന്ന് പോലും ചോദിക്കാതെ സമയം പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ എത്തി. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ ടൂറിസം സെക്രട്ടറി K. ബിജു IAS, ടൂറിസം ഡയറക്ടർ അഞ്ജന IAS, മുൻ മന്ത്രിയും ഗാന രചയിതാവ് കൂടിയായ ശ്രീ പന്തളം സുധാകരൻ, ഇപ്പോഴത്തെ MLA ശ്രീ M. വിൻസെന്റ്, കവിയും സാംസ്കാരിക പ്രവർത്തകരും മുൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ പാലോട് രവി ചേട്ടൻ, അതെ മുൻ MLA വായിദ് അവർകൾ, രമണി ചേച്ചി, ലക്ഷ്മി സരലണ്ണൻ, ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും പറയുന്നത് ഉചിതമല്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ. വളരെ യാദൃശ്യമായിട്ടാണ് സജീവ് ജോൺ വക്കീൽ എൻ്റെ മണ്ഡലംകാരനാണ്, സജീവ് ഞങ്ങളുടെ കൊല്ലംകാരനാണ്. വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് ഇവരെല്ലാം ആയിട്ടുള്ളത്. അപ്പോ ഇവർ പല കാര്യങ്ങളിലും എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സജീവമായി എൻ്റെ 2 ഇലക്ഷനിലും അതിന്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ UDFന്റെ പ്രധാന പരസ്യവാചകം തന്നതും ഇവരുടെ പരസ്യ കമ്പനി തന്നെയാണ്, നമ്മുടെ പോളിഗൺ iMedia. അപ്പൊ പക്ഷെ അവരിങ്ങനെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഓണമാണ്, ഒരു പാട്ട് വേണം. ഓക്കെ, എന്താ ഓണത്തിന് പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആവശ്യം പറഞ്ഞത്. ആ പാട്ട് എന്നോട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അത്യാവശ്യം മൂളി പാട്ടൊക്കെ പാടി നടക്കുന്നതല്ലാതെ, പാട്ടുകാരില്ലാത്ത സ്ഥലം നോക്കി പാട്ട് പാടുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പാട്ട് സ്റ്റുഡിയോയിൽ പാടാൻ പാകത്തിൽ, അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പാട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. രാഹുൽ ഉണ്ടായിരുന്നു, സാബു ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെയും എൻ്റെ പിന്നാലെ കൂടി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ഓഫർ അവർ വെച്ചു. അവർ പറഞ്ഞു, ജേക്സ് ബിജോയ് ഇത് സംഗീതം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജേക്സ് ബിജോയ് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. ജേക്സ് ബിജോയെ പോലെ ഒരു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഇപ്പൊ ഇറങ്ങിയ, അതാണ് പറഞ്ഞത്, എല്ലാ സിനിമയിലും തുടക്കം, ഇന്നലെ ഇറങ്ങിയ ഖലീഫ, ഇനി ഇറങ്ങാൻ പോകുന്ന ദുൽഖറിന്റെ 3-ാം തീയതി ഇറങ്ങുന്ന പടം, എല്ലാം ചെയ്യുന്ന അത് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്, പുള്ളി റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഹരിനാരായൺ വരികൾ എഴുതി. അതിനുശേഷം ഇത് പഠിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ജേക്സിന്റെ ഒരു ചീഫിനെ, നമ്മുടെ അഖിൽ, തിരുവനന്തപുരത്തുകാരനാണ്, ജേക്സിന്റെ ഇപ്പോൾ എല്ലാം നോക്കുന്ന ചീഫാണ്, അദ്ദേഹം ഈ പാട്ട് പറഞ്ഞു തരാൻ എൻ്റെ തിരുവനന്തപുരത്തെ നിളയിൽ വന്നു. ഒരു ദിവസം രാത്രി വന്നു, പുള്ളി ഇതൊക്കെ ഏൽപ്പിച്ചു, വരിയെല്ലാം തന്നു, പാട്ട് പറഞ്ഞു തന്നു, അത് പഠിക്കണം. അടുത്ത ദിവസം രാത്രിയിൽ എനിക്ക് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ സതീഷ് ബാബു പയ്യന്നൂരിന്റെ പേരിലുള്ള അവാർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വരാം, രാത്രിയിൽ വരാം, കാരണം പത്രക്കാരും എല്ലാം വന്ന് ഇത് പിടിച്ച് ഇത് കുളമാവുകയാണെങ്കിൽ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പേ ട്രോളാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. 10:30 വന്നു. ഞങ്ങളൊരു 1 മണി വരെ കൊണ്ട് പാട്ട് തീർത്തു. ജേക്സ് ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് നിന്നു. അപ്പൊ അതിനാദ്യം ജേക്സിനോട് നന്ദി പറയുന്നു, ഹരിനാരായണനോട് നന്ദി പറയുന്നു, സജീവും ജോണും രാഹുലും ഇതിന് മുൻകൈ എടുത്തു, സാബു എല്ലാം പറയില്ലെന്ന്. പാട്ടൊക്കെ ഒരുമാതിരി അത്യാവശ്യമായി എന്ന് പറഞ്ഞ് തോന്നിയപ്പോഴാണ് ഒരു ധൈര്യം വന്നത് പാടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ആരെ കൊണ്ട് ചെയ്യിക്കണം? അപ്പോഴാണ് ഡിജോ നമ്മൾ സംസാരിച്ചാൽ തയ്യാറാകും എന്ന് പറഞ്ഞു. അപ്പൊ അതിനേക്കാൾ സന്തോഷം. ഡിജോ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഇപ്പോ ദില്ലിയിലെ സമരം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജനഗണമനയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സ്വാഭാവികമായിട്ടും. അപ്പൊ അദ്ദേഹവും ഇത്രയും തിരക്കുള്ള ഒരു സംവിധായകൻ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഞാൻ ആകെ അവിടെ പോയി ഒരു 3.5-4 മണിക്കൂർ പാടി പോരുന്നതല്ലാതെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ പാട്ട് പൂർണ്ണമായിട്ട് ഇന്നാണ് കേട്ടത്. മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്.
അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. ബാക്കിയൊന്നും പറയാനില്ല. ബാക്കി ഓണമാണ്, എല്ലാവർക്കും ആഘോഷിക്കാം. ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സന്തോഷവും കൂടി പങ്കുവയ്ക്കുന്നു. എന്നോട് സെക്രട്ടറി പറഞ്ഞ 2 വരി പാടണമെന്ന് പറഞ്ഞു. ഞാൻ പനിയായി ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ്. കളിവിലൂടെ പാടുന്നേ കനൂഞ്ഞാലാടുന്നേ പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി മനമാകെ നിലാവായി ആഘോഷരാവായി ആകാശമാകെ ഓണക്കുടമാറ്റം. താങ്ക് യു.